പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജബ്ബാർ മാഷ്, അയ്യൂബ് മൗലവി തമ്മിലുള്ള സംവാദം, അതിൻ്റെ ഒരു അവലോകനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, പാവപ്പെട്ട അയ്യൂബിനെ അൺമാസ്കിംഗ് എത്തീസവും നിസാർ വിരിപ്പാക്കലും ചേർന്ന് കുരുതി കൊടുത്തു എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അമ്പേ പരാജയപ്പെട്ട ഒരു മുഖഭാവവും ശരീരഭാഷയുമാണ് ഈ സംവാദ ഉടനീളം എനിക്ക് കാണാൻ സാധിച്ചത്. ഞാനിത് ജബ്ബാർ മാഷിൻ്റെ സൈഡ് പിടിച്ചുകൊണ്ട് പറയുന്നതല്ല. അയ്യൂബിനെ ഞാനൊരു യുക്തിവാദിയായിട്ട് കണക്കാക്കുന്ന ആളാണ്. വേഷം മാറിയ ഒരു യുക്തിവാദിയും തനതു വേഷത്തിൽ അഭിനയിക്കുന്ന മറ്റൊരു യുക്തിവാദിയും തമ്മിലുള്ള പെർഫോമൻസിൽ ജബ്ബാർ മാഷിൻ്റെ 7 അയലത്തി എത്താൻ കൂലിക്ക് പണിയെടുക്കുന്ന അയ്യൂബിന് സാധിച്ചില്ല എന്ന കാര്യമാണ് ആദ്യമായി എനിക്ക് ഇവിടെ പറയാൻ. പിന്നെ സംവാദത്തിൻ്റെ പ്രധാനമായ വിഷയം ഖുർആനും അറബിയും പരിജ്ഞാനവും ക്ലാസ്സും ഒക്കെയാണ്. ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അറബി എഴുതാനോ വായിക്കാനോ ഒട്ടും അറിയാത്ത ഒരാളാണ് ഞാൻ. ഇല്ലാത്ത മഹിമ ഉണ്ടാക്കി പറയാൻ ഞാൻ മുത്തല്ല. പക്ഷേ സാധാരണ ഒരു മതവിശ്വാസി പോയിട്ട് ഒരു ഉസ്താദിനോട് പോലും മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും തിരുത്താനുമുള്ള മതപരമായ ഇസ്ലാമിക മതപരമായ അറിവ് ഈ 68 വയസ്സ് ജീവിതത്തിൽ ഞാൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ പറയാം. കാരണം എനിക്കറിയാവുന്ന പല ഉസ്താദന്മാരെയും ഞാൻ സമീപിച്ച് വർത്തമാനം പറയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരാരും തന്നെ അതിന് തുനിഞ്ഞിട്ടില്ല. അത് എന്നോടുള്ള പേടി കൊണ്ട് എന്ന് ഞാൻ പറയില്ല. വിഷയാധിഷ്ഠിതമായി അവർക്ക് പിടിച്ചു നിൽക്കാൻ അറിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. അതൊക്കെ നിൽക്കട്ടെ. അതുകൊണ്ട് അറബി പരിജ്ഞാനം എന്നുള്ളത് ഖുർആൻ പഠിക്കാനോ ഖുർആൻ്റെ ക്ലാസ് എടുക്കാനോ ആവശ്യമില്ല എന്ന ഒരു ധാരണയാണ് എനിക്കുള്ളത്. കാരണം ഒന്ന്, ഇതൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അറബിയോ ഖുർആനോ അള്ളാഹുവോ മുഹമ്മദോ ശരിക്കും അറിയില്ല. ഇനി വിമർശിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഞാനൊക്കെ തികഞ്ഞ മതഭക്തനായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അസർ നിസ്കാര വേളയിൽ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുക. അവിടെ തുടങ്ങിയ മതവുമായിട്ടുള്ള ബന്ധമാണ്. പിന്നീട് വിമർശനപരമായി എൻ്റെ ഗ്രന്ഥശേഖരത്തിലും ധനപരമായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിട്ടുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്. അത് അറബിയിലല്ല. കാരണം അറബി എൻ്റെ മാതൃഭാഷയല്ല. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലാണ്. പിന്നെ സയൻസ് പഠിക്കുമ്പോൾ സയൻസ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഭാഷകൾ 3 ആണ്. ഒന്ന് തമിഴ്, അത് എൻ്റെ മുൻ മാതൃഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ് എനിക്ക് നല്ല പേസ தெரியும். നன்றாக பேச தெரிஞ்ச ഒരാൾ താൻ ഞാൻ. തമിഴ്. 2 മലയാളം. 3 ഇംഗ്ലീഷ്. ഞാൻ കഴിഞ്ഞ 40 കൊല്ലമായി ദ ഹിന്ദു പത്രം മുടങ്ങാതെ വായിക്കുന്ന ആൾ. അതുകൊണ്ട് ഇംഗ്ലീഷും സരളമായി സംസാരിക്കാനും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കും. പക്ഷേ അറബിയിലുള്ള മൂലഗ്രന്ഥം, അറബിയിലുള്ള ഖുർആൻ, എൻ്റെ ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെക്കാൾ നന്നായി എനിക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്. ഇനി വിമർശിക്കുകയും ചെയ്യും. ഇനി വേണമെങ്കിൽ ഇതൊരു ക്ലാസ്സാണല്ലോ. അതുകൊണ്ട്
ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയിട്ടും ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും അറബി പഠിക്കണമെന്നുള്ള ഉമ്മക്ക് ഇവന്മാരുടെ ഗതികേടിൻ്റെ തിക്തത ഫലമായി വരുന്ന ഒരു പൊയ് ചൊല്ലെന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നു. അയ്യൂബ് മൗലവി പറഞ്ഞത് 2 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് പൊളിച്ചു കയ്യിൽ കൊടുക്കും. പൊളിഞ്ഞാലോ ജബ്ബാർ കലിമ ചൊല്ലണമായിരുന്നു. ഈ സംവാദ അനന്തരമുള്ള ഫലമെന്ന് പറയുന്നത്, ഞാൻ അൺമാസ്കിംഗ് എത്തീസത്തിൻ്റെ ചാനലിലാണ് ഇത് കണ്ടത്. സൗണ്ട് നല്ല ക്ലാരിറ്റിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിപ്പോട്ടെ. ഞാൻ ഇത് കണ്ട സമയത്ത് 183K 1,83,000 ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. ഈ 1,83,000 ആളുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം അൺമാസ്കിംഗ് എത്തീസം ആയതുകൊണ്ട്. ഇതിൽ യുക്തിവാദികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും യുക്തിവാദി യുക്തിവാദം ഉപേക്ഷിച്ച് മതത്തിലേക്ക് പോയോ? അയ്യൂബിനെ ഓർമ്മിക്കേണ്ട, ഞാൻ വരാം. ഇവിടെ നേട്ടം കൊയ്തത് എത്തീസമാണ്. കാരണം ജബ്ബാർ മാഷിൻ്റെ എന്താ പറയുക, കുറിക്ക് കൊള്ളുന്ന അമ്പ്, കുറിയെ തകർത്ത അമ്പ്. ഇത് 1,83,000 അല്ല 1,83,000 ആളുകൾ കണ്ടു എങ്കിൽ അതിലൊരു 183 മുസൽമാനെങ്കിലും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവൻ ഉടനെ സടകുടഞ്ഞെണീറ്റു വന്ന് യുക്തിവാദി ആയില്ലെങ്കിലും മതത്തിൽ അവന് സംശയം ജനിക്കാൻ തക്ക രീതിയിൽ ജബ്ബാർ മാഷ് നന്നായിട്ട് പായസം വെച്ച് വിളമ്പിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അയ്യൂബ് മൗലവി ജബ്ബാർ സംവാദത്തിൽ ലാഭക്കണക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ യുക്തിവാദികളുടെ ഗ്രാഫാണ് ഉയർന്നു നിൽക്കുന്നത്. മറ്റേ ഗ്രാഫ് ഉയർന്നിട്ടില്ല, അങ്ങനെ തന്നെ പറയാം, ഉയരാനില്ല. പിന്നെ ജബ്ബാർ മാഷ് ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ എടുത്ത ധീരമായ അടവ് നയങ്ങൾ, ഏകപക്ഷീയമായി ആള് ബുക്ക് ചെയ്യുക, ഏകപക്ഷീയമായി തീയതി അത്രയ്ക്ക് ആ വിഷയത്തോടുള്ള എന്താ പറയുക ഗാംഭീര്യമായ അടുപ്പം മാഷിനെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചു. നിസാർ വാരിപ്പാക്കല് കിടന്ന് കരയുകയായിരുന്നു. എന്നോട് ആലോചിച്ചില്ല, എന്നോട് ആലോചിക്കാതെ, ഞങ്ങളോട് ആലോചിക്കാതെ ഹാള് ബുക്ക് ചെയ്യുക, തീയതി ബുക്ക് ചെയ്യുക. അതായത് ഹാളും തീയതിയും ബുക്ക് ചെയ്ത് വിഷയത്തിന്മേൽ തർക്കമുള്ളപ്പോൾ തന്നെ ജബ്ബാർ മാഷ് തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ സംവാദത്തിന് അവിടെ എത്തും, വേണമെങ്കിൽ നീ വാ. വേണമെങ്കിൽ എന്നൊന്നുണ്ടെങ്കിൽ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ ജബ്ബാർ മാഷിന്റെ ബിരുദും അടവു നയവും അങ്ങേയറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി ഒരു തമാശ കൂടെ ഞാൻ പറയാം. ഇപ്പം അയ്യൂബിനെ ശ്രദ്ധാപൂർവം കേട്ട ആളെന്ന നിലയ്ക്ക് ജബ്ബാർ മാഷ് അമ്പുകൾ ചെയ്യുമ്പോൾ പതുങ്ങിയിരുന്ന് അയ്യൂബ് രസിക്കുകയായിരുന്നു. ആ മനോഭാവം, മുഖഭാവം, ശരീരഭാഷ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു. വളരെ സ്നേഹബുദ്ധിയ, വളരെ എന്താ പറയുക ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്ന ഒരു മുഖഭാവമാണ്, ശരീരഭാഷയാണ് അയ്യൂബിൽ ഞാൻ അവിടെ കണ്ടത്. ഇന്ന് പലരും ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അയ്യൂബിൻ്റെ കാര്യത്തിൽ അയ്യൂബ് ധനപരമായ ആവശ്യാർത്ഥമാണ് ഈ ഒരു അഭിനയിച്ചു തകർക്കുന്നത്. മതത്തിൻ്റെ എന്താ പറയുക നിർബന്ധിതാവസ്ഥയ്ക്ക് വീണുപോയി. 2 ഭാര്യ, ഒരുപാട് കുട്ടികൾ. ഇന്ന് രണ്ടറ്റവും മുട്ടിക്കാൻ
പെടാപാടുപെടണം. അതുകൊണ്ട് സാമ്പത്തികമായി നേട്ടമുള്ളപ്പോൾ ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ പല നടന്മാരും നടികളും അഭിനയിക്കുന്നത് കാശിന് വേണ്ടിയിട്ട്. അതുപോലെ കാശിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അയൂബ് ഇവിടെ അഭിനയിക്കുക. ഒരു തമാശ എനിക്ക് തോന്നുന്നത്, ഇപ്പം കോഴിക്കോട് നഗരത്തിൽ ഒരു ഫ്ലാറ്റ്, ഒരു മെർസിഡസ് ബെൻസ് കാർ, മാസം ഒരു 50,000 രൂപയുടെ വരുമാനം വരത്തക്ക രീതിയിലുള്ള ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇത്രയും പരമദരിദ്രന്മാരായ യുക്തിവാദികൾ ഒപ്പിച്ചു അയ്യൂബിന് കൊടുക്കാമെങ്കിൽ അയ്യൂബ് പടല കണക്കിന് പറഞ്ഞ് ഇങ്ങ് പോരും. ഒരു സംശയം അക്കാര്യത്തിൽ എനിക്കില്ല. വളരെ രസമായിരിക്കും അത്. വിശ്വാസിയായിരിക്കുക, യുക്തിവാദിയാകുക, വീണ്ടും വിശ്വാസിയാകുക, വീണ്ടും യുക്തിവാദി. ഇനി അൺമാസ്കിങ് അനോമലീസിന് മറ്റൊരു കാര്യം ചെയ്യാം. അങ്ങനെ വീണ്ടും യുക്തിവാദിയായ അയ്യൂബിന് ദുബായിൽ ഒരു ഫ്ലാറ്റ്, അമേരിക്കൻ ഇമ്പോർട്ടഡ് കാറ്, 1,00,000 രൂപയല്ല, 1,00,000 അല്ലെങ്കിൽ 50,000 UAE പണം വരുമാനം വരത്തക്ക രീതിയിൽ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഈ യുക്തിവാദത്തെയും അട്ടത്ത് വയ്ക്കാൻ അയ്യൂബ് എന്ന വെനീസിലെ വ്യാപാരി മടിക്കത്തില്ല. അതുകൊണ്ട് ദരിദ്രന്മാരായ യുക്തിവാദികൾക്ക് വേണമെങ്കിൽ ആ വഴിക്ക് ഒന്ന് ചിന്തിക്കാം. പാപം അയ്യൂബ് രക്ഷപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാൻ. ഇനി ഭാഷാപരമായി പറയുന്ന കാര്യത്തിലാണെങ്കിൽ അയ്യൂബ് ജബ്ബാർ മാഷ് പറഞ്ഞ കാര്യമാണ് എനിക്കും എടുത്തു പറയാനുള്ളത്. പടച്ചോനാണ് എന്നെയൊക്കെ പടച്ചത്. ഈ പടച്ചോൻ മണ്ടത്തരമായ ഒരു കാര്യം ചെയ്തു. 7,100 ഭാഷയും അങ്ങ് പടച്ചത്. നിങ്ങൾ ഗൂഗിൾ പോയിട്ട് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര രസമുള്ള ഒരു വിഷയമാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എത്ര ശരീരഭാഷയാണ് ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്നത്. അത് വല്ലാത്തൊരു ഭാഷയാണ്. ഭാഷ ഭയങ്കര രസമുള്ള കാര്യമാണ്. എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ പരിണാമം, അല്ലെങ്കിൽ എന്താ പറയുക, ഭാഷയുടെ ഉൽപ്പത്തി. 7,100 ഭാഷ ഉള്ളത് തന്നെ അള്ളാഹു എന്നത് വെറും കെട്ടുകഥ എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവാണ്. ആദമിനെ പടച്ചു, കളിമണ്ണെടുത്ത് ഖുൻ എന്ന് പറഞ്ഞപ്പോൾ ഖുൻ, ആദമുണ്ടായി. 7,100 ഭാഷയുണ്ടായി. ചേരുമ്പടി ചേർക്കുക എന്ന്. ഇനി ഖുർആനിലെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് ലാം മീം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. മീനിങ് ഓഫ് അലിഫ് ലാം മീം. സെർട്ടേൻ ആയിട്ടുള്ള ഒരു അർത്ഥം അതിലില്ല എന്നാണ് അതിന് പറയുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഞാൻ ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അലിഫ് ലാം മീം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അലിഫ് ലാം മീം? സീറോ മീനിങ്, അർത്ഥരഹിതമാണ്. ഇതിനെ എടുത്താണ് ഒമ്മാരെ അമ്മാനെ മാടിക്കൊണ്ട് യാസീൻ എന്ന വാക്കിന് അലിമാഷ് പറഞ്ഞു അതിനൊരു അർത്ഥമില്ല മോനെ എന്നാണ് അലിമാഷ് എന്നോട് പറഞ്ഞു. അർത്ഥരഹിതങ്ങളായ ഒരു 7-ാം നൂറ്റാണ്ടിലെ കാട്ടറപ്പിയുടെ ജൽപ്പനങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് വിശ്വാസപരമായ തിബിരം ബാധിച്ചുകൊണ്ട് കളിക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇതൊക്കെ. അറബി കേവലം 7,100 ഭാഷയിൽ ഒന്ന് മാത്രമാണ്. അതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഇവരങ്ങ് പ്രത്യേകത കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കിഴക്കേക്കോട്ടയിൽ ചെന്ന് നിന്നാൽ ഗണപതി ക്ഷേത്രമുണ്ട്. ഞാൻ അവിടെ പോയാൽ ഒരു 5 മിനിറ്റ് നിൽക്കും. കാരണം വലിയ വലിയ കാറുകളിൽ യമാന്മാരൊക്കെ വന്നു അതിൻ്റെ മുമ്പിൽ കുനിഞ്ഞ് നിവർന്ന് കളിക്കുന്ന സർക്കസ് കാണാൻ ഭയങ്കര രസമാണ്. ഈ ഭ്രാന്ത്, മതമെന്ന ഭ്രാന്ത് തലയ്ക്കകത്ത് കയറിയാൽ മലം വരെ മണത്തുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അർത്ഥരഹിതങ്ങളായ 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയുടെ ജൽപ്പനങ്ങൾ എന്നതല്ലാതെ
അതിന്മേൽ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് അതിൽ പറയാൻ. ഇനി മാഷ് മുസ്ലിങ്ങളെ നിന്ദിക്കുന്നു എന്ന് അയ്യൂബ് പരിതപിക്കുന്നുണ്ട്. അയ്യൂബേ, ഇസ്ലാം വിമർശകർ രണ്ടു രീതിയിലുണ്ട്. ഞാനും ജബ്ബാർ മാഷ്, പിന്നെ നമ്മുടെ ലിയാഖത്ത് അലി തുടങ്ങിയ ആളുകൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടായി കാണുന്നവരാണ്. ജബ്ബാർ മാഷിൻ്റെ ബ്ലോഗിൻ്റെ ഹെഡ്ലൈൻ തന്നെ ഇസ്ലാമിൻ്റെ ഇരകളാണ് മുസ്ലിങ്ങൾ എന്നാണ്. ഞങ്ങൾ ഇരകളോടൊപ്പമാണ്. അവരെ ഈ കാട്ടറബിയുടെ തോന്നലുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം അവരോട് പറയും, നിന്ദിക്കുകയല്ല. പിന്നെ യുക്തിവാദികൾ തന്നെ മറ്റൊരു തരം യുക്തിവാദികളുണ്ട്. അവര് സംഘപരിവാറിന് വിടുപണി ചെയ്യുന്നവരാണ്. എല്ലാ കാലങ്ങളിലും അങ്ങനെ യുക്തിവാദികളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. യുക്തിവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെങ്കേമൻ ചരക്കൊന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ വിശ്വാസിക്കുള്ള എല്ലാ കുഴപ്പങ്ങളും യുക്തിവാദിക്കും ഉണ്ട് എന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ്. പണത്തിനും പ്രശസ്തിക്കും മറ്റ് അധികാരക്കൊതി മൂത്ത് സംഘപരിവാറിൻ്റെ ചെരുപ്പ് നക്കികളായ യുക്തിവാദികൾ ഉണ്ട് എന്ന് പറയാൻ ഞാൻ പേരെടുത്തു പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ജബ്ബാർ മാഷ് മുസ്ലിങ്ങളെ നിന്ദിക്കുന്നു എന്നൊക്കെ തൻ്റെ മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യൂബ് പറയുന്നു എന്നല്ലാതെ അതിലൊരു കാര്യവുമില്ല എന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി സഫ മർവ മല, അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക, അങ്ങോട്ടോടുക അങ്ങോട്ട് വട്ടം, ഒരു മലയ്ക്ക് ചുറ്റുമോ. ഗണപതി കോയിലിൽ ചെയ്യുന്ന അതേ പ്രവൃത്തി ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോകുന്നവൻ ചെയ്യുന്നത് ബിംബാരാധനയുടെ പ്രതീക കഅബ. അതൊക്കെ ജബ്ബാർ മാഷു വളരെ നന്നായി പറഞ്ഞു. കൊന്നവനെ കൊല്ലണമെന്നുള്ള കാര്യം ജബ്ബാർ മാഷ് പറഞ്ഞതിനെ അയ്യൂബ് തർക്കിക്കുന്നു. അയ്യൂബേ, 7-ാം നൂറ്റാണ്ടിൽ മനുഷ്യനുണ്ടായിരുന്ന സംസ്കാരവും രീതിയും മറ്റുമല്ല ഇന്നുള്ളത്. ഇന്ന് യുദ്ധം എന്നുള്ളത് ലോക ജനത വെറുക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള യുദ്ധരഹിതമായ ഒരു സമൂഹക്രമം വരും. മനുഷ്യൻ സമാധാന പ്രേമിയാണ്. ഇപ്പം നെതന്യാഹുവിനെതിരെ തന്നെ ഇസ്രയേലിൽ വമ്പിച്ച പ്രതിഷേധങ്ങൾ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങളുണ്ട്. യുദ്ധരഹിതമായ ഒരു സമൂഹം വന്നേ പറ്റൂ. പക്ഷെ തലയ്ക്ക് ഭ്രാന്തെടുത്ത ചില നേതാക്കൾ ഉണ്ടെങ്കിൽ അതിന് അപവാദവും ഉണ്ടാകും. ഇപ്പം പുടിൻ, ഇത് രണ്ടുപേരുമാണല്ലോ ഇപ്പം ഇതിന്. അതുകൊണ്ട് കൊന്നവനെ കൊല്ലണമെന്നൊക്കെ പറയുന്നത് കാട്ടറബിയുടെ ആടറുക്കലാണ് അയ്യൂബെ. ഇതൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ നാണം കെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഖുർആനെ കുറിച്ച് അയ്യൂബ് ഊറ്റം കൊള്ളുന്ന കാര്യം, ഖുർആൻ കുടുംബ ജനാധിപത്യം പഠിപ്പിക്കുന്നു. എന്താ ജനാധിപത്യം? ഒരുത്തൻ നാലിനെ കെട്ടുക, നന്നാലായി കെട്ടുക, ഇതാണ് ജനാധിപത്യം. അതായത് ഈ ഭാഷാപരമായ ഈ കാര്യങ്ങളിലുള്ള ഈ കടുംപിടുത്തം എന്ന് പറയുന്നത് വിഷയാധിഷ്ഠിതമായി സംസാരിക്കുകയാണെങ്കിൽ ഒളിഞ്ഞു പാളീഷായി പോകും. 2 മിനിറ്റ് പോലും വേണ്ട പൊളിച്ചു കൈ കൊടുക്കാനായിട്ട്. കുടുംബത്തിൽ ജനാധിപത്യം ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു തമാശ, അതിൽ പരം ഒരു വിഡ്ഢിത്തം, പുലമ്പൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് പറയാൻ. പിന്നെ ജബ്ബാർ മാഷ് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇതിന് വിശദമായി മറുപടി പറയണമെങ്കിൽ യൂട്യൂബിൽ ഞാൻ മറുപടി പറയാം. ഇവിടെ കിട്ടുന്ന ഈ 20 മിനിറ്റ് സമയത്തിനകത്ത് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതെന്താ കുഴപ്പം? ഇപ്പം ജബ്ബാർ മാഷ് വെള്ളം കുടിച്ചാൽ അതിനെ കളിയാക്കും. ഞാൻ നിരന്തരമായി ഇമാതിരി സംവാദങ്ങളിലോ വർത്തമാനങ്ങളിലോ പോയി TV ചർച്ചയിൽ പോയാൽ പോലും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി എൻ്റെ സീറ്റിനടിയിൽ വെക്കുന്നവനാണ്. ചിലർക്ക് വെള്ളം ആവശ്യമുണ്ട്, വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അതിൽ തെറ്റു കാണുന്നത്
തോറ്റു കാണാനുള്ള ആഗ്രഹമാണ്. തോൽക്കാതെ ഇവൻ തോൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വെള്ളം കുടിക്കുന്നു. എടോ മഠയന്മാരെ, ഈ വെള്ളം കുടിക്കുന്നവൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലിരുത്തി കാര്യകാരണ സഹിതം വിശദീകരിക്കൂ. അപ്പം നിങ്ങൾക്കറിയാം ഇത് വെള്ളം കുടിയുടെ കാര്യം. ഈ വെള്ളം കുടി, അറബി ഭാഷ, ഇതൊക്കെ ഇവന്മാരുടെ ഉമ്മാക്കിയാണ്, ഒളിച്ചോട്ടമാണ് എന്നല്ലാതെ. ഇപ്പം ഡോക്ടർ സി വിശ്വനാഥൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവന്മാർക്ക് 2 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം, നമുക്ക് 2 മണിക്കൂർ വേണം, 2 ദിവസം വേണം വിശദീകരിക്കാനായിട്ട്. ശാസ്ത്രത്തിന്റെ കാര്യം അങ്ങനെയാണ്. ഇപ്പം E=mc². ഇത് വിശദീകരിക്കാൻ എത്ര മണിക്കൂർ വേണം, എത്ര ദിവസം വേണം, എത്ര പേപ്പർ വേണം? അതാണ്. അങ്ങനെ യൂട്യൂബിൽ വിശദീകരിച്ചാൽ എന്താ കുഴപ്പം? ജബ്ബാർ മാഷ് അവിടെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ്. ഈ 1,83,000 ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി എടുത്ത അടവ് നയം, ബുക്ക് ചെയ്ത ആളിൽ അൺമാസ്കിംഗ് അനോമലീസിന്റെ ആൾ ഉൾപ്പെടെ എല്ലാവരും ഹാജരായല്ലോ, ഹാജരാക്കിയല്ലോ. അത് തന്നെയാണ് തൻ്റെ യൂട്യൂബിലും ആളെ കൂട്ടാൻ വേണ്ടി. ഇനി ആ യൂട്യൂബിൽ ആളെ കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടും, നിങ്ങൾക്കൊക്കെ അതേ പണിയാണല്ലോ. അതുകൊണ്ട് ഇനി തമാശയായ ഒരു പറഞ്ഞ കാര്യം, ജബ്ബാർ മാഷ് ഖുർആൻ വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ പ്രവാഹമാണെന്നുള്ളതാണ്. വളരെ ലളിതമായി ഖുർആൻ മനസ്സിലാക്കി തന്നിരിക്കുന്നുവെന്ന് പറയുന്ന റബ്ബിൽ സ്വത്തായ തമ്പുരാന് അറബി അറിയില്ല എന്ന് ജബ്ബാർ മാഷ് പറയുമ്പോൾ ശരിയല്ലേ? മനുഷ്യൻ അതിൻ്റെ എന്താ പറയുക, ട്രാൻസ്ലേഷനോ വ്യാഖ്യാനവും നടത്തുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് പോകാം. ബ്രാക്കറ്റ് അല്ല, ഇനി ഒരു പേരിടണം, ബ്രാക്കറ്റ് കൂടെ. MT പറഞ്ഞതും ജബ്ബാർ മാഷ് എടുത്തു പറഞ്ഞത്, ഈ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഭയങ്കര രസമായ കാര്യമാണ്. ഇപ്പം ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 2 ദിവസത്തിന് മുമ്പ് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്. അയ്യോ പറഞ്ഞ ഒരു കാര്യം, ഫ്രഞ്ച് ഭാഷയിൽ ഇറങ്ങിയാലും ഇമാതിരി തർക്കം വീണ്ടും വരും. അതിന് ജബ്ബാർ മാഷ് പറഞ്ഞ മറുപടിയാണ് പറയാനുള്ളത്. ഏകഭാഷ നമ്മുടെ ആദമണ്ണനെ പഠിപ്പിച്ചിരുന്ന ഉപ്പുപ്പ, അയാളെ പഠിപ്പിച്ചിരുന്ന നമ്മളൊക്കെ ആ ഭാഷ തന്നെ പറയും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വലിയ കാര്യം, അജ്ഞാതമായി തന്നെ ഇതവിടെ അയൂബ് തട്ടിവിടുന്നുണ്ട്. ഒരുപാട് ഭാഷകളിൽ അറബി ഭാഷയിലുള്ള ഖുർആൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട ബുക്ക് അത് ബൈബിളാണ്. മറ്റു പല ഗ്രന്ഥങ്ങളും 3350 ഭാഷകളിൽ ബൈബിൾ വിവർത്തനം. അയ്യൂബിന് അറിയാമായിരിക്കാം, എങ്കിലും ഒന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പറയണം. അയ്യൂബയ സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഗ്രന്ഥത്തിന് എന്താ പറയുക, പോരിശയുണ്ടെങ്കിൽ അത് ഖുർആനല്ല, ബൈബിളാണ്. 1400 വർഷവുമായി ഖുർആൻ ഒരു മാറ്റവുമില്ല. അതാണ് അതിനെ അപഹാസ്യമാക്കി തീർക്കുന്നത്. എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. ഇപ്പം 4 കെട്ട്, പലിശരഹിതം, അങ്ങനെ ഒരു 5 നേരം നിക്കാരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇതൊക്കെ അർത്ഥരഹിതങ്ങളും മാറ്റമില്ലാതെ തുടരുന്നതൊന്നും നിലനിൽക്കത്തില്ല. അതുപോലെ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അയ്യൂബ് പറയുന്നത്, ഖസാക്കിൻ്റെ ഇതിഹാസം വിവർത്തനം ചെയ്താൽ അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലും വ്യാപ്തിയിലും വരില്ല. അപ്പൊ ഖസാക്കാണോ അള്ളാഹു? വിവർത്തനം ചെയ്യുകയാണെങ്കിലും വ്യാഖ്യാനം ചെയ്യുകയാണെങ്കിലും അതേ അർത്ഥത്തിൽ അത് ചെയ്യുന്ന ആൾക്കും അത് വായിക്കുന്ന ആൾക്കും തോന്നത്തക്ക രീതിയിൽ അള്ളാഹുവിൻ്റെ ജനിതക എന്താ പറയാ, കൈകടത്തൽ
ഉണ്ടാക്കാൻ കുഞ്ഞു പറഞ്ഞാൽ പോരെ എൻ്റെ അയ്യൂബേ. പിന്നെ ജബ്ബാർ മാഷ് ഭയങ്കര ഒരു അടിയടിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടികളിൽ ഒന്ന്. നമ്മുടെ സക്കീർ നായക്കൻ, അക്ബറാദി പ്രഭുതികൾ, എന്തിനു മൗദൂദിക്ക് പോലും അറബി അറിയില്ല. പോയി, എല്ലാം പൊളിഞ്ഞു. അപ്പം ഈ അയ്യൂബിനെ കുണ്ടിക്കിട്ടിളക്കി കൊണ്ടുവന്നത് അൺമാസ്കിംഗ് അനോമലീസ് ചെറുപ്പക്കാരാണ്. അവരിപ്പം ഇതിൻ്റെ എന്താ പറയുക അവലോകനം നടത്തിയത് ഞാൻ ഒരു 10-20 മിനിറ്റ് കേട്ടു. അതിലൊക്കെ ജബ്ബാർ മാഷാണ് തിളങ്ങുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട്. ജബ്ബാർ മാഷ് നല്ല പെർഫോമൻസ് ആണ്, കയ്യടി വാങ്ങി. അവര് പറയത്തക്ക രീതിയിൽ. പിന്നെ അയ്യൂബിനെ പൊക്കാതിരിക്കാൻ നോക്കൂല്ലോ, പൊക്കി താഴെ ഇടും. അപ്പം സക്കീർ നായക്കിന് അറബി അറിയില്ല, അക്ബറിന് അറബി അറിയില്ല, മൗദൂദിക്ക് അറബി അറിയില്ല. അറബി മുസ്ലിങ്ങൾക്ക് അറിയില്ലെന്നേ. എന്തിനിട്ട് ചുമ്മാ. നബിക്കറിയില്ല, നബിക്കറിയില്ല, അള്ളാഹുവിനറിയില്ല, അക്ബറിനറിയില്ല, സക്കീർ നായക്കിന് അറിയില്ല, എനിക്കറിയില്ല, ജബ്ബാർ മാഷിന് അറിയില്ല. പോലെ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ ഈ സക്കീർ നായക്കും അക്ബറും മൗദൂദിയൊക്കെ പെരും നുണയന്മാരാണ്. അവന്മാരുടെയൊക്കെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും ജീവിത രേഖകളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, 63 73 ഭൂമി, സൂര്യൻ, ഗ്രഹങ്ങൾ, അങ്ങനെ വേണ്ട എന്ത് അടിത്തട്ടിലെ ആഴത്തിലെ ഇതൊക്കെ നുണയാണ്, നുണയന്മാരാണ്. ഇത് അദ്ദേഹം പറയും മാന്തി പൊളിക്കുകയാണ്. ഈ ജബ്ബാർ മാന്തി പൊളിച്ച് യോമാരെ ഒരു പരുവത്തിലാക്കി തീർക്കുന്നു. 630 പേജിൽ ആശയ സമ്പുഷ്ടതയാണ് എന്തെന്ന് ഖുർആൻ എന്നാണ്. ഞാൻ ഒരു വാക്ക് മാത്രം വായിക്കാം. നിശ എന്ന അധ്യായത്തിൽ 4-ാമത്തെ അധ്യായമാണ്. അതിലൊരു വാക്കാണ്, പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠനാണ്. തല്ലും ഇന്നെല്ലാവരും കൂടി ചേർന്നു ഇത് പറഞ്ഞുകൊണ്ട് പോയാ. സുനിത വില്യംസ് അവിടെ നിൽപ്പുണ്ടെന്ന് കൊണ്ടുവരാനായിട്ട് അതൊക്കെ കൊണ്ടുവരും. ഈ 1400 വർഷം മുമ്പത്തെ കാട്ടറബിക്ക് ഇത് വല്ലതും മനസ്സിലാവും. അയാൾക്ക് തോന്നിയതൊക്കെ അയാൾ പറഞ്ഞു. എപ്പിഫീനിക് എക്സ്പീരിയൻസ്. ഭ്രാന്തതൊന്നും പറയരുത് കേട്ടോ. കാണാത്തതിനെ കാണുക, കേൾക്കാത്തതിനെ കേൾക്കുക. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അയാളാണ് ഇതൊക്കെ പറഞ്ഞത്. ജബ്ബാർ മാഷിനെ കുറ്റം പറയണ്ട. നബിക്കറിയില്ലല്ലോ എഴുതാനും വായിക്കാനും, അറബി അറിയില്ലല്ലോ. പിന്നെ ജബ്ബാർ മാഷും ഞാനൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പരിഭാഷ അപര്യാപ്തമാണെന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനെ കൊച്ചാക്കലിന് തുല്യമാണ്. അയ്യൂബ് അതിനിടയ്ക്ക് സക്കീർ നായിക്കിനെ ന്യായീകരിച്ച് ഒരു വല്ലാത്ത രീതിയിൽ കൊച്ചായി പോകുന്ന മുഖ വിരളി വല്ലാത്തൊരവസ്ഥയിലാണ് ആ ഒരു അയ്യൂബ് അങ്ങ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യം അക്ബറിന്, സക്കീർ നായക്കിന്, അള്ളാഹുവിന് ഒക്കെ ഇവന്മാര് അറബി പഠിപ്പിക്കട്ടെ. സാഹിത്യത്തിൽ പരിഭാഷ ശരിയാവില്ല എന്ന്. എടോ അയ്യൂബേ, ഇത് സാഹിത്യമല്ല. ഇത് കുനിയണം, നിവരണം, കക്കൂസിപ്പണം, മൂത്രം ഒഴിക്കണം, കാല് പൊടുക്കണം, പെണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എങ്ങനെ ബന്ധപ്പെടണം ഒക്കെ ജീവിത ദർശന രേഖയാണ്. ഭയങ്കര. രാവിലെ ബെഡിൽ നിണീറ്റാൽ തിരിച്ചതിൽ ചെന്ന് അമരുന്നത് വരെ, അല്ല കിടക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഗണിത രൂപത്തിലാക്കി. എത്ര പേജ്? 630 പേജിലാക്കി തട്ടിത്തന്നതാണ്, തള്ളി തന്നതാണ്. സാഹിത്യമൊന്നുമില്ല. ഇതൊക്കെ ഈ ഭാഷാപരമായ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം പിന്നെ ഒരുപാട് അർത്ഥമുള്ള വാക്കുകൾ അതിനകത്ത് എല്ലാ ഭാഷയിലുമുണ്ട്. തമിഴില് നല്ലൊരു പാട്ടുണ്ട്, അത്തിക്കായ് കായ് ആലങ്കായ് വെണ്ണിലവേ ഇത്തിക്കായ് കായാതെ ഉന്നൈ പോൽ പെണ്ണല്ലോ. അത് ആ പാട്ട് അർത്ഥസമ്പുഷ്ടവും, ഒരു വാക്കിന് പല അത്തിക്കായ് കായാണ്. ഈ കാ വെച്ച് തന്നെ ഒരുപാട് തമിഴിന് വലിയ പ്രത്യേകത ഉണ്ട് ഇക്കാര്യത്തിൽ. ആ ദിക്കിൽ പോയി നീ കായുക. കൈയെന്ന് ചൂട് കൊടുക്കുക. കാമുകിയെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ നീ അവിടെ പോയി ചൂടു. അത്തിക്കായ് കായ്. കായ് എന്ന് പറഞ്ഞാൽ കായല്ല, ചൂട് കൊടുക്കുക.
തമിഴ് അറിയാമെങ്കിൽ ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഞാൻ PUCക്ക് പഠിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം വളരെ നന്നായി പറഞ്ഞു. അങ്ങനെ ഭാഷയിൽ ഇപ്പം മിനിറ്റ്, MINUT, മിനിറ്റ്, മൈന്യൂട്ട്, അങ്ങനെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. പല അർത്ഥങ്ങളും അങ്ങനെ ഉണ്ടാകും. അത് അറബി ഭാഷയ്ക്ക് മാത്രമല്ല. അതുകൊണ്ട് അറബി ഭാഷ മോശമെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ ഭാഷയും പോലെ അറബിയും ചക്കര ഭാഷയാണ്. നക്കുന്ന ചക്കരയല്ല, നക്കാത്ത, നക്കാൻ പാടില്ലാത്ത ചക്കരയാണ്. അറബി കേമമോ എന്ന് ചോദിച്ചാൽ മലയാളം കേമമാണെങ്കിൽ അറബിയും കേമമാണ്. ചുരുക്കി പറഞ്ഞാൽ പറ്റുമെങ്കിൽ ബാക്കി കൂടെ കണ്ടിട്ട് ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറേ കണ്ടുള്ളൂ, ഒരു അധ്യായം കൂടെ ചെയ്യാൻ ശ്രമിക്കാം. എങ്കിലും അയ്യൂബ് എന്നാ പറയുക, നിങ്ങൾ കണ്ടു നോക്കും അയ്യൂബിൻ്റെ ദയനീയ അവസ്ഥ. അല്ല, അയ്യൂബിൻ്റെ അല്ല, മതത്തിൻ്റെയും മുജാഹിദ് പ്രഭുതികളുടെയും ദയനീയ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഈ സംവാദം നിങ്ങൾ കാണുക. അതിൽ ജബ്ബാറിൻ്റെ വിജയമല്ല, അയ്യൂബിൻ്റെ പരാജയമല്ല, മതത്തിൻ്റെ, ഖുർആൻ്റെ, നബിയുടെ, അള്ളാഹുവിൻ്റെ, മുജാഹിദിൻ്റെ അമ്പേ തകർന്നടിഞ്ഞ പരാജയമാണ് ആ സംവാദത്തിൽ ഉടനീളം എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. പറ്റുമെങ്കിൽ അടുത്ത അധ്യായത്തിൽ ഈ വിഷയവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.